ഹലോ ഗൈസ്, നമ്മളിന്ന് കണ്ണൂരിൽ നിന്നാണ്. ചോരയുടെ മണമുള്ള കാറ്റ് വീശുന്ന കണ്ണൂർ. അങ്ങനെയാണ് പുറത്തുള്ള ജില്ലക്കാരൊക്കെ പറയുന്നതെങ്കിലും ശരിക്കും അങ്ങനെ നല്ല ഗൈസ്. ഒരുപാട് നൈസ് ആൾക്കാർ തിങ്ങിപ്പറക്കുന്ന ഇടമാണ് കണ്ണൂർ. അങ്ങനെ കുറച്ച് നൈസ് ആൾക്കാരെ പരിചയപ്പെട്ട ദിവസമായിരുന്നു ഇന്ന്. ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ ഇറങ്ങി ഏറിയ ഓട്ടോ മുതൽ കഴിക്കാൻ പോയ സ്ഥലം വരെ എല്ലാം കുറെ സ്നേഹമുള്ള മനുഷ്യന്മാരായിരുന്നു ഗൈസ്. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി പുറത്തെത്തിയ ഉടനെ ഒരു ഓട്ടോ ചേട്ടൻ നിൽക്കുന്നുണ്ടായിരുന്നു. ഓട്ടോ ചേട്ടനോട് നമ്മൾ ചോദിച്ചു, ചേട്ടോ ഗൂഗിൾ പേ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു, എനിക്ക് ഗൂഗിൾ പേ ഒന്നുമില്ല, നമ്മുടെ കയ്യിലാണ് ക്യാഷിലായി. നോർമലി എല്ലാവരും ഗൂഗിൾ പേ ഇല്ലെന്ന് പറഞ്ഞ ഉടനെ ഒഴിവാക്കി വിടാറ് പതിവ്. നമ്മളിങ്ങനെ മാറുന്നപ്പോൾ ചേട്ടൻ പറഞ്ഞു, ഏതൊരു പെട്രോൾ പമ്പിൽ നിർത്താം, ജി പേ ചെയ്തോ, ഞാൻ അതിന് പെട്രോൾ അടിച്ചോളാം എന്ന് പറഞ്ഞു. ചേട്ടൻ നേരെ എടുത്തു പെട്രോൾ പമ്പിൽ നിർത്തി. ഇത്ര റിസ്കിനൊന്നും ആവശ്യമില്ലായിരുന്നു, പക്ഷെ ചേട്ടൻ നൈസ് ആളായിരുന്നു. ആളുടെ സംസാരവും അടിപൊളിയായിരുന്നു. ആള് ഫുൾ എനർജി ആയിരുന്നു ഗൈസ്. നമ്മൾ പോയിക്കൊണ്ടിരുന്നത് നമ്മുടെ കണ്ണൂരിലെ കാർത്തിക റെസ്റ്റോറന്റിലേക്കായിരുന്നു ഗൈസ്. ഞാൻ 4 years ആയിട്ട് പുറത്താണ് വർക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ ഇതുവരെ കാർത്തിക റെസ്റ്റോറന്റിൽ പോയിട്ടുണ്ടായിരുന്നില്ല. ഉള്ളത് പറയാലോ ഗൈസ്, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കണ്ണൂർ നമ്മുടെ നാട്ടിൽ പോകുമ്പോൾ ഒണ്ടേനൊക്കെ ഉണ്ടായിരുന്നു. ക്രൗഡഡ് ആണ് ആക്ച്വലി കൊണ്ടേൻ, ബട്ട് ഇത്രയും ക്രൗഡിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഒണ്ടേനില്ല. ഇവിടെ 2 ഫ്ലോറിലും സീറ്റിംഗ് ഓപ്ഷൻ ഉണ്ട്. അപ്സ്റ്റെയർ വന്ന് കുറച്ച് പ്രീമിയം ആണ്, അതായത് സദ്യ, ദെൻ ചട്ടിച്ചോറ്, അതുപോലെ ഐറ്റംസ് ആണ്. താഴെ മീൽസ് ഓൺലി. ഞാനും പോരാളിയും നേരെ മുകളിലേക്ക് കയറി. മേലെ കയറിയപ്പോഴാണ് എനിക്കൊരു തുണി കൊടുക്കാത്ത സത്യം മനസ്സിലായത് ഗൈസ്. നമ്മുടെ നാട്ടിൽ ഇത്രയും ആൾക്കാർ പുറത്തുനിന്ന് കഴിക്കുന്നുള്ള സത്യം ഞാൻ തിരിച്ചറിയുകയായിരുന്നു ഗൈസ്. ഞങ്ങൾ കയറിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല ക്രൗഡഡ് ആയിരുന്നു. നമ്മൾ ഇരുത്തിയതിന് ശേഷമാണ് സീറ്റിംഗ് ഓപ്ഷൻ കിട്ടിയത്. 4 സീറ്റിംഗ് ടേബിൾ ആയിരുന്നു. വേറെ 2 പേര് ഇരുന്ന് കഴിക്കുന്നുണ്ട്. തൊട്ടിപ്പുറത്ത് ഞങ്ങളായിരുന്നു. അങ്ങനെയായിരുന്നു സീറ്റിംഗ് ഓപ്ഷൻ കിട്ടിയത്. പോരാളി ഒരു സദ്യ പറഞ്ഞു, ഞാനൊരു ചട്ടിച്ചോറ് പറഞ്ഞു. ചട്ടിച്ചോറ് ഞാൻ കൊച്ചിയിൽ ഒരു പ്രാവശ്യം മത്സാജിൽ നിന്നൊരു ചട്ടിച്ചോറ് കഴിച്ചായിരുന്നു. അത്യാവശ്യം നല്ല പ്രീമിയം ക്വാണ്ടിറ്റിയിൽ ഫിഷ് ഐറ്റംസും എല്ലാം ഉണ്ടായിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ ചട്ടിച്ചോറ് എനിക്ക് അത്ര വലിയ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ സദ്യ ആക്ച്വലി വിൽ ബി നൈസ്, അടിപൊളിയായിരുന്നു. ഒരുപാട് തരം വെജിറ്റബിൾസ് കറീസും പിന്നെ അതിലൂടെ സലാഡ്സ് എല്ലാം ഉണ്ടായിരുന്നു. അത് അടിപൊളിയായിരുന്നു. ഇവിടുത്തെ സ്പെഷ്യൽ ഇതൊന്നും അല്ല, ഇവിടുത്തെ സ്പെഷ്യൽ ഫിഷ് ഫ്രൈസ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ചേട്ടൻ ഫിഷ് ഫ്രൈസ് കൊണ്ടുവന്ന ചേട്ടൻ ആക്ച്വലി നൈസ് ആയിരുന്നു. പോരാളി ഒരു കല്ലുമ്മക്കായി ഫ്രൈ പറഞ്ഞു, ഞാൻ ഒരു കൂന്തൽ പറഞ്ഞു. ഞണ്ട് വാങ്ങണമെന്നുണ്ടായിരുന്നു കഴിച്ച്. ഭയങ്കര ക്രൗഡ് ആയിരുന്നു. ഞണ്ട് ആസ്വദിച്ച് കഴിക്കണമെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അത്രയും ക്രൗഡിന്റെ ഇടയ്ക്ക് ഞണ്ട് നമ്മൾ ഒഴിവാക്കി ഗൈസ്. അതിന് പകരം ചെമ്മീൻ എടുത്തു. ആക്ച്വലി അടിപൊളിയായിരുന്നു ഗൈസ്. ചെമ്മീനും കൂന്തലും കല്ലുമ്മക്കായും മിക്സ് വെരി നൈസ്. ഒരാൾക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു, എനിക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു ഗൈസ്. ചട്ടിച്ചോറ് അത് അത്ര വരത്തല്ല. കല്ലുമ്മക്കായി, ചെമ്മീൻ, കൂന്തൽ എല്ലാം അടിപൊളിയായിരുന്നു. എല്ലാത്തിലും ഉപരി നാട്ടിൽ ഒരു റെസ്റ്റോറന്റിൽ കയറി ഞാൻ കഴിക്കാത്തത് കുറച്ചധികം കാലമായി. ഇവിടുന്ന് കഴിച്ച് ബില്ല് വന്നപ്പോൾ ശരിക്കും സർപ്രൈസ് ആയി ഗൈസ്. കോസ്റ്റ് ഭയങ്കര കുറവായിരുന്നു. ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ഇറങ്ങുമ്പോഴാണ് ഞാൻ ഇത് ശ്രദ്ധിച്ചത്. ഓവർ ക്രൗഡഡ് ആകുമ്പോൾ ആൾക്കാർ ഇരുത്തുന്ന സ്ഥലത്ത് ഇങ്ങനെ ഫ്ലെക്സ് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. നമ്മുടെ നാട്ടിൽ ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണെന്ന് എനിക്ക് തോന്നിപ്പോയി ഗൈസ്. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. ആക്ച്വലി തുടക്കക്കാരന്റെ പോരായ്മകൾ ഉണ്ടെന്ന് എനിക്കറിയാം. പ്ലീസ് സബ്സ്ക്രൈബ് ഗൈസ്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി ഉണ്ടേ.